ഇനി പോരാട്ടം ഇറാനും മൊസാദും തമ്മിൽ. ഏറ്റവും റേഞ്ചുള്ള മിസൈൽ കൊണ്ടാണ് ഇറാൻ ലോകത്തിലെ ഏറ്റവും ഇന്റലിജന്റായ ചാര സംഘടനയുടെ കേന്ദ്രം തകർത്തത്. അപ്രതീക്ഷ ആക്രമണം ഇസ്രയേലിനെ മാത്രമല്ല US, UK പോലെയുള്ള രാജ്യങ്ങളെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. പിന്നാലെ ഇറാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് മൊസാദ്. മൊസാദിനെ സംബന്ധിച്ചിടത്തോളം മുഖത്തേറ്റ പ്രഹരമാണ് ആക്രമണം. അതിന്റെ ചീത്തപ്പേര് മാറ്റിയേ പറ്റൂ. അതിന് മൊസാദ് ഏതറ്റം വരെയും പോകും. മൊസാദിന്റെ കരുത്ത് നന്നായി അറിയാവുന്ന രാഷ്ട്രമാണ് ഇറാൻ. മൂർഖൻ പാമ്പിനെയാണ് നോവിച്ചതെന്നും ഇറാന് വ്യക്തമായി അറിയാം. അതിനാൽ ഇറാഖിലെ മൊസാദ് കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെ സ്വന്തം ആണവശാസ്ത്രജ്ഞരെ ഒളിപ്പിക്കാൻ നെട്ടോട്ടമോടുകയാണ് ഇറാൻ ഭരണകൂടം. യുദ്ധം ഇനി ഇറാനും മൊസാദും തമ്മിലായിരിക്കുമെന്നാണ് ഇസ്രയേൽ ചാര തലവൻ അറിയിച്ചത്. മുമ്പ് മൊസാദ് ഇറാനോട് പ്രതികാരം ചെയ്തത് ആണവശാസ്ത്രജ്ഞരെ വധിച്ചുകൊണ്ടാണ്. മുഹ്സിൻ ഫാഖ്രിസാദയുടെ കൊലപാതകം ഇറാന് വലിയ അടിയായിരുന്നു. 2020 മുഹ്സിനെ മൊസാദ് വധിച്ചത്. പിന്നാലെ 4 ശാസ്ത്രജ്ഞരെ കൂടി കൊലപ്പെടുത്തി. ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ തടയുന്നത് മൊസാദാണ്. ഇസ്രയേൽ പലസ്തീൻ യുദ്ധത്തിനിടെ ഹമാസിന്റെ പല ഉന്നത ഉദ്യോഗസ്ഥരെയും ഇസ്രയേൽ വധിച്ചിരുന്നു. ഈ ഉദ്യോഗസ്ഥരെല്ലാം ഇറാനും പ്രധാനപ്പെട്ടവരാണ്. ഇസ്രയേലിന്റെ അടുത്ത നീക്കം എന്താവുമെന്ന് കൃത്യമായി മനസ്സിലാക്കിയാണ് ആണവശാസ്ത്രജ്ഞരെ ഇറാൻ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുന്നത്. ഇറാഖിലുള്ള മൊസാദിന്റെ കേന്ദ്രം ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള ഖൈബർ ഷേഖാൻ എന്ന മിസൈൽ ഉപയോഗിച്ചാണ് ഇറാൻ തകർത്തത്. ഇതിലൂടെ അടുത്ത ലക്ഷ്യം ഇസ്രായേലാണെന്ന പരോക്ഷ മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ഇറാനിൽ നിന്ന് ഇസ്രയേലിന്റെ അത്ര തന്നെ ദൂരമുണ്ട് ഇറാഖിൽ ആക്രമിക്കപ്പെട്ട ഇസ്രയേലി കേന്ദ്രത്തിനും. ഇറാന്റെ തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ നിന്നാണ് മിസൈൽ തൊടുത്തുവിട്ടിരിക്കുന്നത്. ഈ സ്ഥലത്തു നിന്നും ഏകദേശം 1200 കിലോമീറ്റർ അകലെയാണ് മിസൈൽ പതിച്ചത്. ഇറാൻ ആദ്യമായാണ് ഖൈബർ സെയ്ഖാൻ മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നത്. ഇറാഖിലെ കേന്ദ്രങ്ങൾ ആക്രമിച്ച തങ്ങൾക്ക് ഇസ്രയേലിന് അകത്തുകടന്ന് ആക്രമിക്കാനും സാധിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. 2022 ഫെബ്രുവരിയിലാണ് ഇറാൻ ഖൈബർ സെയ്ഖാൻ മിസൈലിന്റെ വിവരം പുറത്തുവിടുന്നത്. ഇറാന്റെ ഫതക് 110 ലോഞ്ച് റേഞ്ച് സീരീസിൽ പെടുന്നതാണ് ഖൈബർ സെയ്ഖാൻ. 1450 കിലോമീറ്റർ റേഞ്ചുള്ള ഖൈബർ സെയ്ഖാൻ മാരക പ്രഹരശേഷിയുള്ളതാണ്. ഖൈബർ സെയ്ഖാന്റെ കപ്പാസിറ്റി പുറത്തുവിടാൻ ഇറാൻ തയ്യാറായിട്ടില്ല. ഇറാന്റെ IRGC ഓഫീസർ മൗസവിയെ ഇസ്രയേൽ വധിച്ചതിന് പ്രതികാരമായാണ് ഇറാന്റെ ആക്രമണമെന്നാണ് രാജ്യം അറിയിച്ചത്.